പിന്നെ നോക്ക്, നമ്മളൊന്നും അറിയാതെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ അതൊന്നും പറ്റിയൊന്നും ചിന്തിക്കാറില്ല, അവയർനെസ് കൊടുക്കാറില്ല അല്ലേ? ഈ സാധനം ഓക്സിജൻ ഇങ്ങോട്ടെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് തല്ല. ഇത് ലോകത്ത് എവിടെയുള്ള മനുഷ്യന്മാരെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ മുള്ളൂർക്കരയിൽ നിന്ന് വയലിന് ഇങ്ങോട്ട് വരുമ്പോ കാറിലാണ് വന്നത്. ഞാൻ കുടിക്കാൻ വേണ്ടി ഒരു 2 കുപ്പി വെള്ളം വെച്ചു. ചിലപ്പോ ലോങ് യാത്രയിലെ വെള്ളജാത്രത്തിൽ കൂടെ പോയാലോ ഒരു വെള്ളം വേണ്ടി വന്നാലോ, നല്ല വേനലുമാണല്ലോ, അങ്ങനെ വെള്ളം കരുതി വെച്ചു. അതുപോലെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഫുഡൊക്കെ കരുതി വെക്കും ലോങ് യാത്രയാകുമ്പോ. പക്ഷേ ഏറ്റവും വലിയൊരു സാധനമുണ്ട്, വായു. നമ്മൾ ആരെങ്കിലും ഒരു ഓക്സിജൻ സിലിണ്ടർ ബാക്കിൽ തൂക്കാറുണ്ടോ? അമേരിക്ക പോയാലും, ഖത്തറിൽ പോയാലും, കുവൈറ്റിൽ പോയാലും, ബഹ്റൈനിൽ പോയാലും, ഒമാനിൽ പോയാലും, എവിടെ പോയാലും ഓക്സിജൻ കൊണ്ടുപോകാറില്ല. അതിന്റെ വില അറിയണമെങ്കിലേ ഒരു ദിവസത്തെ ഓക്സിജന്റെ വില എത്രയാണെന്നറിയോ? എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം ഞാൻ 10-30 കൊല്ലമായിട്ട് ഹോസ്പിറ്റൽ ഫീൽഡിൽ നിൽക്കുന്ന ഉസ്താദാണ്. 2-4 ആശുപത്രി ഇപ്പോ എന്റെ നിയന്ത്രണത്തിൽ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. 10-300 ചില്ലാനം ഡോക്ടേഴ്സ് അതിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഒരാൾക്ക് എത്ര റുപ്യ വേണം ശ്വസിക്കണമെന്ന് അറിയോ? ഐസിയുവിൽ കയറ്റിയാലേ 8677 റുപ്യ വേണം ഒരു ദിവസം ശ്വസിക്കാനുള്ള ഓക്സിജൻ. ഒരു ദിവസത്തെ കണക്കാ പറഞ്ഞു. അപ്പൊ ഒരു മാസത്തിൽ കണക്കൂട്ടിയൊക്കെ 8067 × 30 ഗുണിച്ചാൽ കിട്ടും അതിന്റെ ഉത്തരം. അപ്പൊ ഒരു കൊല്ലത്ര വേണം. 60 വയസ്സായി എനിക്ക് 60 × ഇത്ര കൊല്ലത്തിൽ ഞാൻ ശ്വസിച്ച ഓക്സിജന് സുബ്ഹാനല്ലാഹ് കോടിക്കണക്കിന് റുപ്യ വരും. റഹ്മാനായ റബ്ബ് ചെയ്ത നിഅമത്തിന് നന്ദി പറയാ. ഇതിൽ പരം വാചകങ്ങളുണ്ടോ? 60 വയസ്സ് വരെ, 70 വയസ്സ് വരെ, 80 വയസ്സ് വരെ, 90 വയസ്സ് വരെ, 40 വയസ്സ് വരെ ശ്വസിക്കുന്ന ഓക്സിജൻ ഒരു 10 പൈസ കൊടുക്കാതെ നമ്മളതാ പുറത്തേക്ക് തള്ളുന്നു, അകത്തേക്ക് വലിക്കുന്നു. ഹാർട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു. യഥേഷ്ടം വെള്ളം കുടിക്കുന്നു, യഥേഷ്ടം ഭക്ഷണം കഴിക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു, ഹൃദയം കൊണ്ട് അറിയുന്നു. നമ്മുടെ ഓരോ അവയവത്തെ പറ്റിയും നമ്മളൊന്ന് ചിന്തിച്ചാൽ കോടാനക്കോടി കോടി 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 രൂപയുടെ മൂല്യങ്ങളാണ് നമ്മുടെ ശരീരം. ഫോർ എക്സാമ്പിൾ എടുത്തോക്കെ ഒരു കിഡ്നി എത്ര ഉണ്ട് അതിന്റെ വലിപ്പം എന്നറിയോ? കിഡ്നി, വൃക്ക എന്നൊക്കെ പറയുന്ന കിഡ്നി ഉണ്ടല്ലോ, ഇത്രയല്ലോ. അത് കാഷ്വാനറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ, പറങ്കിയണ്ടി എന്ന് പറയും മലയാളത്തിൽ. പറങ്കിയണ്ടി, കാഷ്വാനറ്റ്, അണ്ടിപ്പരിപ്പൊക്കെ അത്രയുള്ളൂ കിഡ്നി. അത് ഇവിടെ ഇരിക്കണം, ഒന്ന് ഒരെണ്ണെ ജീവിക്കാൻ വേണ്ടു, ഒന്ന് അഡീഷണൽ ആണ്. ഒന്ന് ഓഫായാൽ മറ്റതിൽ ജീവിക്കും. ഇപ്പൊ വിമാനത്തിന് 2 ഇഞ്ച് ഉണ്ട്. എന്തിനാ? 1 ഇഞ്ചിനെ വർക്ക് ചെയ്യൂ. ആകാശത്ത് വെച്ചെങ്ങാനും 1 ഇഞ്ചിന് സ്റ്റോപ്പ് ആയാലോ മറ്റേ എഞ്ചിനിലേക്ക് കണക്ഷൻ കൊടുക്കും. ആണ് അപകടത്തിൽ പെടാൻ പാടില്ല. എന്നുപോലെ അല്ലാഹു നമുക്ക് 2 കിഡ്നി തന്നു. ഒന്ന് ഓഫായാൽ മറ്റൊരു വർക്ക് ചെയ്തോട്ടെ. 2 ഓഫായാലോ അപകടം. ഒരു കിഡ്നി ട്രാൻസ്ഫർ ആക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം? എനപ്പായി മെഡിക്കൽ കോളേജിൽ പോയാലും, മംഗലാപുരത്ത് യൂണിറ്റി ഹോസ്പിറ്റലിൽ പോയാലും, കേരളത്തിലെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും 30 ലക്ഷത്തിൽ ചുരുങ്ങിയ ചെലവില്ലാതെ ഒരു കിഡ്നി മാറ്റാൻ പറ്റൂല. വേറൊരു സാധനം ഉണ്ട്, ലിവർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹോട്ടലിന്റെ അടുത്ത് കിടക്കുന്ന ഒരു വസ്തു ഉണ്ട്. ഇത്രയുള്ളൂ ലിവർ, ഇത്രയുള്ളൂ. ഇതിനെന്തെങ്കിലും പറ്റിയാല് ആ ലിവർ അവിടുന്ന് മുറിച്ചു മാറ്റിയിട്ട് ഒരു കഷ്ണം ലിവർ അവിടെ തുന്നി പിടിപ്പിച്ച് വെക്കണമെങ്കിൽ 26 ലക്ഷം രൂപ വേണം ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്. ഹാർട്ട് പോയാൽ വേറൊരുത്തന്റെ ഹാർട്ട് ഇവിടെ കയറ്റി വെക്കാം. മരിച്ചിട്ട് ചൂടാടുന്നതിന്റെ മുമ്പ് അവന്റെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് മുറിച്ചെടുത്തിട്ട് ഹാർട്ട് കംപ്ലൈന്റ് ഉള്ളവന് ആ ഹാർട്ട് വെച്ചു കൊടുത്താൽ അവൻ ജീവിക്കും. എത്ര ഓപ്പറേഷനുകളാണ് അങ്ങനെ നടക്കുന്നത്. അങ്ങനെ വേറൊരുത്തന്റെ ഹാർട്ട് മറ്റൊരുത്തന് തുന്നിപ്പിടിപ്പിച്ചു കൊടുക്കാൻ എത്ര ലക്ഷമാണ് വിപണിയിലെ ചെലവെന്നറിയോ? 60, 80, 90 ലക്ഷമാണ്. ഇനി തലച്ചോറ് മാറ്റി വെക്കുന്ന പ്രക്രിയയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരാളുടെ തലച്ചോറിന് കംപ്ലൈന്റ് ഉണ്ടെന്ന കംപ്ലൈന്റ് ഇല്ലാത്ത ഒരാൾ മരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അയാളുടെ തലച്ചോറ് ഓപ്പറേഷൻ ചെയ്തെടുത്തിട്ട് ഈ കംപ്ലൈന്റ് ഉള്ളവന്റെ തലച്ചോറ് മാറ്റിയിട്ട് മറ്റോന്റെ തലച്ചോറ് വെട്ടിപ്പിടിപ്പിക്കുന്ന ഓപ്പറേഷനുകളുണ്ട്. അതിന്റെ പേരാണ് ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ്, റോബോട്ടിക് സർജറികളാണ്. സുബ്ഹാനല്ലാഹ്. ലക്ഷങ്ങളല്ല കോടികളാണ് ചെലവ്. ഒരു തലച്ചോറ് വെച്ച് പിടിപ്പിക്കാൻ നിങ്ങളുടെ തലച്ചോറിന് കോടി വേണം, ഹാർട്ടിന് ലക്ഷങ്ങൾ വേണം, കിഡ്നിക്ക് ലക്ഷങ്ങൾ വേണം. ഇനി വില പിടിക്കാത്ത ഒരവയവം നമ്മുടെ ശരീരത്തിലുണ്ട്, അതിന് വില കണ്ടുപിടിച്ചിട്ടില്ല. ഏതാണെന്നറിയോ? ഞാൻ ഈ വാഴ പറയാൻ ഉപയോഗിക്കുന്ന
ഉപയോഗിക്കുന്ന നാക്ക്, എല്ലില്ലാത്ത അവയവം നിങ്ങൾക്കുണ്ട്. ആ നാക്ക് എല്ലാ മനുഷ്യർക്കുണ്ട്, ജീവജാലങ്ങൾക്കുണ്ട്. എന്നാൽ പട്ടിയുടെ നാക്കിന്റെ ഉപയോഗമല്ല മനുഷ്യന്റെ നാക്കിനുള്ളത്. ഇതിന് എത്ര കോടിയാണെന്ന് വിപണിയിൽ വില പറഞ്ഞിട്ടില്ല. അങ്ങനെ വില പറയാൻ പറ്റാത്ത അവയവങ്ങൾ വേറെയുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. ഇങ്ങനെ റബ്ബ് നമുക്ക് തന്ന നിഅമത്തിനെ പറ്റി നമ്മളൊന്ന് പഠിച്ചാൽ അല്ലാഹുവിനെ പറ്റി അറിയാൻ അധികമൊന്നും പോണ്ട. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ഒരാൾ തന്റെ ശരീരത്തിന്റെ പ്രവർത്തനം മനസ്സിലാക്കിയാൽ അവൻ അല്ലാഹുവിനെ പറ്റി അറിയും. അല്ലാഹുവിന്റെ ഇൽമാണ്, അല്ലാഹുവിന്റെ നൂറാണ് അല്ലാഹുവിന്റെ ഇൽമ്. ഇസ്ലാം നമ്മളോട് പഠിക്കുന്നു ഇൽമു പഠിക്കാനാണ്, അറിവുള്ളവർ കേട്ടോ. അറിവില്ലാതെ പൊട്ടന്മാരായി ജീവിക്കാൻ പാടില്ല. എല്ലാരും വലിയ പണ്ഡിതന്മാരൊന്നായിട്ടില്ലെങ്കിലും ദീനിയായ അറിവുകൾ നമുക്ക് ഉണ്ടാവണം. പഴയ കാലത്ത് നല്ല നല്ല വഅലുകൾ ഉസ്താദുമാർ, ഇപ്പൊ ഇല്ല എന്നല്ല പറയാനല്ല, പഴയ വഅല് പറയുന്നതാണ് ഇപ്പോഴത്തെ വഅല് പറയാം. പഴയ കാലത്ത് നാട്ടുകാരായ ആചാര്യോടും അല്ലെങ്കിൽ വള്ളി പ്രസിഡന്റിനോടും സെക്രട്ടറിയോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവര് പറയാം, ഞങ്ങള് അത് അന്ന് ആ ഉസ്താദിന്റെ വഅല് കേട്ടിട്ട് പഠിച്ച മസലയാണ്, ഞങ്ങൾ ആ ഉസ്താദിന്റെ വഅല് കേട്ടിട്ട് പഠിച്ച ചരിത്രമാണ്. അവർക്ക് ബുഖാരിയോ മുസ്ലിമോ തഫ്സീറോ മഹല്ലിയോ മിഷ്കാത്തോ ജമ്മോ ഖാദിയോ മുല്ലാസനോ അതൊന്നല്ല അവര് പറയാ, ഞങ്ങൾ ആ ഉസ്താദിന്റെ വഅല് കേട്ടിട്ട് പഠിച്ചതാണ്. അങ്ങനെ അറിവുകൾ പണ്ഡിതന്മാരുടെ നാക്കിൽ നിന്ന് കേട്ട് പഠിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം മുസ്ലിയാരുടെ ഉറൂസാണ് നമ്മളിവിടെ നടക്കുന്നത്. ഇബ്രാഹിം മുസ്ലിയാർ ഇത്ര വലിയ ദറജയിലെത്തിയ കാരണം എന്താണെന്നറിയോ? ഇബ്രാഹിം മുസ്ലിയാർക്ക് അല്ലാഹു കൊടുത്ത പവർ ഇൽമു കൊടുത്തു. ആർക്കെങ്കിലും നാഫിയായ ഇൽമു നൽകപ്പെട്ട് കഴിഞ്ഞാൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, അധികരിച്ച ഖൈറുകൾ അല്ലാഹുവിന് നൽകപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഒരു മനുഷ്യന് അല്ലാഹു തആല കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ആരോഗ്യമാണ്. അതൊരു അനുഗ്രഹം തന്നെയാണ്, എന്ന് പറയാൻ പറ്റില്ല. ഭംഗിയാണ്, അതും ഒരു അനുഗ്രഹം. യൂസുഫ് നബി അലൈഹിസ്സലാം ലോകത്തിലെ ഏറ്റവും അധികം ഭംഗിയുള്ള ആളാരായിരുന്നു? യൂസുഫ് നബി അല്ലാട്ടോ. ദാറ്റ് ഈസ് എ റോങ് ആൻസർ. ലോകം കണ്ട ഏറ്റവും വലിയ ഭംഗിയുള്ള മനുഷ്യൻ സൃഷ്ടി അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫഖന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാനു ഫീ ഇൽമിൻ വലാ കറമി. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഭാവം കൊണ്ടും സൃഷ്ടിപ്പ് കൊണ്ടും ഇൽമു കൊണ്ടും ഒന്നുകൊണ്ടും ആദം നബി മുതൽ ഈസ നബി അലൈഹിസ്സലാം വരെയുള്ള ഒരു നബിമാരും അല്ലാഹുവിന്റെ റസൂലിനോട് അടുക്കാൻ പറ്റൂല. അപ്പൊ ലോകം കണ്ട ഏറ്റവും ഭംഗിയുള്ള ഒന്നാമൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. രണ്ടാമൻ മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമാണ്. കേട്ടോ, രണ്ടാമൻ യൂസുഫ് നബി. ഭംഗി അനുഗ്രഹം തന്നെയാണ് കേട്ടോ, ഭംഗി അനുഗ്രഹം തന്നെയാണ്. സമ്പത്ത് അല്ലാഹു തആല തരുന്നതോ, സമ്പത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? മുതലിനെ പറ്റി അല്ലാഹു പറഞ്ഞത് ളാലിക ഫദ്ലുല്ലാഹി യുഅതീഹി മൻ യശാ. അങ്ങനെ പറഞ്ഞു. ഒരാൾക്ക് വലിയ കോടികൾ കയ്യിലുണ്ടായി. അതിനെപ്പറ്റി ഇസ്ലാമിന്റെ വിലയിരുത്തൽ എന്താണെന്നറിയോ? ളാലിക ഫദ്ലുല്ലാഹി യുഅതീഹി മൻ യശാ. അത് അല്ലാഹു തആല കൊടുക്കുന്ന ഔദാര്യമാണ്. അതവൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കില്ല, ചിലർക്ക് കൊടുക്കും. കൊടുക്കലും പരീക്ഷണാണ്, കൊടുക്കാതിരിക്കലും പരീക്ഷണാണ്, രണ്ടും പരീക്ഷണാണ്. മുതൽ കൊടുത്തിട്ടും പരീക്ഷിക്കും, മുതൽ കൊടുക്കാതെയും പരീക്ഷിക്കും. ഖുർആനിൽ ആയത്ത് നോക്കിയാൽ കാണാം, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസും മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു പറയാണ്, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി, മനുഷ്യരെ നിങ്ങളെ ഞാൻ പരീക്ഷിക്കും, ബിശൈഇൻ മിനൽ ഖൗഫി, കഠിനമായ പേടിപ്പെടുത്തിയിട്ട് പരീക്ഷിക്കും, വൽ ജൂഇ, കഠിനമായ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, വനഖസും മിനൽ അംവാൽ, മുതലുകൾ കുറച്ചു കൊടുത്തിട്ട് തീരെ കൊടുക്കാതെ പരീക്ഷിക്കും, വൽ അൻഫുസി, ശരീരങ്ങളെ കുറച്ചിട്ട് പരീക്ഷിക്കുന്നു. പറഞ്ഞാൽ വേണ്ടപ്പെട്ടവരൊക്കെ പെട്ടെന്ന് മരിപ്പിക്കുക, പാപ്പാനെ പെട്ടെന്ന് മരിപ്പിക്കുക, ഉമ്മാനെ പെട്ടെന്ന് മരിപ്പിക്കുക, ഭാര്യയെ പെട്ടെന്ന് മരിപ്പിക്കുക, മകനെ
മകനെ പെട്ടെന്ന് മരിപ്പിക്കുക, ഭർത്താവിനെ പെട്ടെന്ന് മരിപ്പിക്കുക. പഴവർഗ്ഗങ്ങൾ തന്നും തരാതെയും പരീക്ഷിക്കും. തേങ്ങ കൊടുക്കും, തേങ്ങ കൊടുക്കാതിരിക്കും. മാങ്ങ കൊടുക്കും, മാങ്ങ കൊടുക്കാതിരിക്കും. അതൊക്കെ പരീക്ഷണമാണ്. അതുകൊണ്ട് ഇതിലൊക്കെ ക്ഷമിക്കുന്നവർക്ക് നിങ്ങളുടെ സന്തോഷ വാർത്ത അറിയിക്കണം കേട്ടോ. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഒരു മുസ്ലിമിന് ഒരു മുസീബത്ത് വന്നാൽ, ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ, ഒരു അപകടം ഉണ്ടായി എന്ന് കേട്ടാൽ, ഒരു വല്ലാത്ത ബേജാറുള്ള ഏത് വർത്താനം കേട്ടാലും എന്താ പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് മരിച്ചാൽ മാത്രം ചെല്ലാനുള്ള ആയത്തല്ല കേട്ടോ. അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുഅദ്ദിൻ പറഞ്ഞാൽ ഉടനെ ഉറപ്പാവുക. ആൾക്കാർ പറഞ്ഞു ആരോ മരിച്ചിട്ടുണ്ട് പള്ളിയിൽ നിന്ന് ഇന്നാലിലുണ്ട് അല്ലേ. നമ്മളൊക്കെ മരിച്ചാൽ മാത്രമേ ചെല്ലാറുള്ളൂ. അങ്ങനെയല്ല കേട്ടോ. റഹ്മത്തുൽ ആലമീൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലിരിക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഒരു ചിമ്മിനി വിളക്ക് കത്തുന്നുണ്ട്. അന്ന് ഇങ്ങനത്തെ ട്യൂബും ലൈറ്റ് ഒന്നും ഇല്ലാത്ത കാലം 1400 കൊല്ലം മുമ്പേ. മണ്ണെണ്ണ പാർന്ന് അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ കെമിക്കലൊക്കെ ഒഴിച്ചിട്ട് അതിലൊരു തുണിയുടെ ശീല മുക്കിയിട്ട് കത്തിക്കുന്ന വിളക്ക്. നമ്മളൊക്കെ പഴയ കാലത്തൊക്കെ പറയും ചിമ്മിനി വിളക്ക്. ആ വിളക്ക് കത്തുന്നുണ്ട്. പെട്ടെന്ന് കാറ്റടിച്ചിട്ട് ആ വിളക്കങ്ങ് കെട്ടു. വിളക്ക് അണഞ്ഞുപോയി, വിളക്ക് കെട്ടുപോയി. ആ സമയത്ത് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ആ വിളക്ക് കെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉടനെ ആയിഷ ബീവി ചോദിക്കുകയാണ് നബിയെ എന്തിനാണ് തങ്ങൾ ഇന്നാ ലില്ലാഹി ചൊല്ലിയത്? ഇവിടെ ആരെങ്കിലും മരിച്ചോ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ് ആയിഷ, ഒരു മുഅ്മിനിന്റെ വീട്ടിലെ വിളക്ക് കടലും മുസീബത്താണ്. അതുകൊണ്ട് കത്തുന്ന വിളക്ക് കെട്ടാ ചെല്ലണം ഇന്നാ ലില്ലാഹി. കരണ്ട് പോയാ ചെല്ലണം ഇന്നാ ലില്ലാഹി കേട്ടോ. ഏത് മുസീബത്ത് കേട്ടാലും, ഒരു അപകടം ഉണ്ടായി എന്ന് കേട്ടാ ചെല്ലണം ഇന്നാ ലില്ലാഹി. ഒരു വിഷമമുള്ള വാർത്ത കേട്ടാ ചെല്ലണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. വബശ്ശിരി സ്വാബിരീൻ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു ക്ഷമിക്കുന്നവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. ഞാൻ പറയാനുള്ള കാരണം എന്താ? അല്ലാഹു തആല സമ്പത്ത് തരുന്നത് അനുഗ്രഹം തന്നെയാണ്. പക്ഷേ ഒരാളെ അളക്കാനുള്ള ഏറ്റവും വലിയ ഏറ്റവും വലിയ മാനദണ്ഡം ക്രൈറ്റീരിയ എന്ന് ഇംഗ്ലീഷിൽ പറയും, അത് സമ്പത്താണ്. വലിയ കോടീശ്വരനായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ കഴിഞ്ഞതിന്റെ മേലത്തെ മാസം വരെ മുകേഷ് അംബാനി. 1,12,000 ചില്ലാനം കോടിയായിരുന്നു മുകേഷ് അംബാനിയുടെ ആസ്തി. പക്ഷേ ഈ കഴിഞ്ഞ മാസം ആളെ മറിച്ചിട്ട് വേറൊരാളെ സ്ഥാനത്ത് കയറിയിട്ടുണ്ട്. അയാളുടെ പേരെന്താണെന്നറിയോ? അദാനിയാണ്. അദാനി 1,17,000 ചില്ലാനം കോടിയുടെ ആസ്തിയുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജഗകോടീശ്വരനായി അദാനി വന്നു. 1,17,000 കോടിയാ പറയുന്നുട്ടോ, അല്ലാതെ 1000 ഇല്ല, ലക്ഷമല്ല. അത്രയും കോടിയുടെ ആസ്തി അവർക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. അതൊരു അള്ളാഹ് കൊടുക്കുന്ന ഒരു ഫളിൽ തന്നെയാണ്. പക്ഷെ അതാണോ ഏറ്റവും വലിയത്? അല്ല. സമ്പത്തല്ല ഏറ്റവും വലിയത്, സൗന്ദര്യമല്ല ഏറ്റവും വലിയത്, ആരോഗ്യമല്ല ഏറ്റവും വലിയത്. ഒരു മനുഷ്യന് അല്ലാഹ് കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും ഖൈർ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറയുന്നുണ്ട് കേട്ടോ. ഒരു മനുഷ്യന് അല്ലാഹ് കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ ഖൈർ എന്താണെന്നറിയോ? മയ്യുരിദില്ലാഹു ബിഹി ഖൈറാ. ആർക്കെങ്കിലും അല്ലാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ, ഇവന് ഖൈർ വേണമെന്ന് അല്ലാഹ് കണക്കാക്കിയാൽ, ഇയാളെ കോടീശ്വരനാക്കലല്ലാതെ, ഇയാളെ ആരോഗ്യമുള്ള ഹെൽത്ത് യൂസ് ആക്കലല്ലാതെ, ഇയാളെ നല്ല ഭംഗിയുള്ളവനാക്കലല്ലാതെ, ഒരു മനുഷ്യൻ അല്ലാഹു ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനെ ആരാക്കുന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. അവനെ ദീനിൽ വിവരമുള്ളവനാക്കും, അവനെ ആലിമാക്കും, പണ്ഡിതനാക്കും. അല്ലാഹുവിന്റെ ദീനിൽ വിവരമുള്ളവനാക്കിയാൽ അല്ലാഹു അവനെ ഖൈർ കൊടുത്തു എന്നതിന്റെ തെളിവാണ്. അപ്പൊ സമ്പത്ത് കിട്ടിയതിനേക്കാൾ, സൗന്ദര്യം കിട്ടിയതിനേക്കാൾ, കോടീശ്വരനായതിനേക്കാൾ ഏറ്റവും വലിയ ഖൈർ ഏതാണെന്നറിയോ? മയ്യുരിദില്ലാഹു ബിഹി ഖൈറാ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു ഒരു മനുഷ്യന് ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനെ ദീനിൽ വിവരമുള്ളവനാക്കും. അപ്പൊ നോളജ്, വിദ്യാഭ്യാസം, ദീനിയായ വിവരം, അത് നമ്മൾ പഠിച്ചു വെക്കണം. ഈ കാലഘട്ടം
എല്ലാ കാലഘട്ടവും ആ കാലഘട്ടത്തിനനുസരിച്ച് പ്രയാസം തന്നെയാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ കാലഘട്ടം ഉണ്ടല്ലോ, മുടക്കുമനെ വല്ലാത്ത അപകടം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. എവിടെ നോക്കിയാലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മളെ പിന്തുടരുകയാണ്. റഹ്മത്തുൽ ആലമീൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയഅതി സമാനുൻ അലാ ഉമ്മത്തി, ശേഷം എന്റെ ഉമ്മത്തിന് ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട്. ആഖിറു സമാൻ, അവസാന കാലഘട്ടം. ആ കാലഘട്ടത്തിന്റെ ലക്ഷണം നബി തങ്ങൾ പറഞ്ഞത് അന്നത്തെ ജീവിക്കുന്ന മുസ്ലിമിന്റെ എക്സാമ്പിൾ, ഉദാഹരണം ഒരു തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയാണ്. ഒരു മനുഷ്യന്റെ കയ്യിന്റെ അടിയിൽ തീയിന്റെ ഒരു കനല്, തീയിന്റെ ഒരു കട്ട വെച്ചു കൊടുത്താൽ എന്താണ് അവന്റെ അവസ്ഥ? അവന് കിടന്നൊക്കെ പ്രപ്രപ്രാന്ന് പറക്കില്ലേ? അവന് പിന്നെ നിൽക്കാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുമോ, തിന്നാൻ പറ്റുമോ, കുടിക്കാൻ പറ്റുമോ, കെടുക്കാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ, ചിന്തിക്കാൻ പറ്റുമോ? തീക്കട്ട കയ്യിൽ വെച്ചാൽ അതുപോലെയാണ് അവസാന കാലഘട്ടത്തിൽ മുസ്ലിമിന്റെ ഉദാഹരണം. ഇപ്പോ ആ കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിട്ടുണ്ട് ഏകദേശം. ഇപ്പൊ കണ്ടോ നിങ്ങള്, ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് തലകീഴായി തലകുത്തി മറിക്കാൻ അമേരിക്കയും ഇസ്രയേലും ഒറ്റ ശക്തിയായി നിന്നില്ലേ? ഇറാൻ ചിലപ്പോ ഷിയാക്കളാവാം അവിടെയുള്ളത്. ഷിയയുടെ ആദർശത്തോട് നമുക്ക് യോജിപ്പില്ല, ശരി തന്നെയാണ്. പക്ഷേ അവിടെ മനുഷ്യന്മാരില്ലടോ ഉള്ളത്. 168 170 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ മോളിൽ കൊണ്ടുപോയി ക്ലസ്റ്റർ ബോംബിട്ടിട്ട് 160-70 കുട്ടികളെ കൊന്നൊടുക്കിയില്ലേ? നെതന്യാഹു എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ, അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടി 170 മക്കളുടെ തലയിൽ ബോംബിട്ടിട്ട് അവരുടെ മയ്യത്തതാ ചിന്നിച്ചെതറിക്കഴിഞ്ഞില്ലേ? 180 മക്കൾക്ക് ഒന്നിച്ച് കബർ കുഴിച്ചിട്ട് ഇറാനിലെ മക്കളെ കബറടക്കുന്ന വാർത്ത കണ്ടു നിന്നില്ലേ ലോകം? ആരെങ്കിലും ഒരു അക്ഷരം പറഞ്ഞോ? നെതന്യാഹുവിനെതിരെ പറഞ്ഞോ? പക്ഷെ അള്ളാഹു വെറുതെ വിടില്ലട്ടോ. ഇസ്രയേലിൽ ഭൂകമ്പമുണ്ടായി, അതിന്റെ ശേഷം ഇസ്രയേലിൽ ഭൂമികുലുക്കുണ്ടായി, അതിന്റെ ശേഷം ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്ന് പുറത്തുവിട്ട ന്യൂസ് കേട്ടോ? അയാൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ്. സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞതല്ലോ. അല്ലാഹു അർഹമുർ റഹീമാൻ, അല്ലാഹു അഹ്കമുൽ ഹകീമാൻ. അയാൾക്ക് മൂത്രസഞ്ചിന്റെ ഉള്ളിൽ കിടക്കുന്ന വസ്തുവിന്റെ പേരാണ് പ്രോസ്റ്റേറ്റ്. ആ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിക്കൊണ്ട് അയാൾ കിടക്കുകയാണ്. അല്ലാഹു മാരകമായ പരീക്ഷണങ്ങളെ തന്നിട്ടല്ലാതെ ഒരു ധിക്കാരിയെയും അല്ലാഹു വെറുതെ വിട്ടിട്ടില്ല കേട്ടോ. ഫിറഔനവിടെ, ഖാറൂനവിടെ, നംറൂദവിടെ, അബൂജാഹിലവിടെ, ഉത്ബത്തവിടെ, ശൈബത്തവിടെ, വലീദവിടെ, അവരൊക്കെ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞുപോയി. ഞാനാണ് ഏറ്റവും വലിയ പടച്ചോൻ എന്ന് പറഞ്ഞവനാണ് ഫറവ ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അന റബ്ബുകുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് വാദിച്ചവനാണ് അവിടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞവരാണ്. തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയാകൂ. ഞാനിവിടെ വന്നപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി എന്റെ സുഹൃത്തിന്റെ പുറേ പോയി. അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ നല്ല AC റൂമിൽ കൊണ്ടുപോയി എന്നെ റെസ്റ്റ് എടുക്കാനിരുത്തിയ സഹോദരൻ അങ്ങനെ കുശലാന്വേഷണങ്ങൾ നടത്തുമ്പോ പറഞ്ഞു, ഉസ്താദേ കാര്യം വളരെ അപകടമാണ്, ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്, ഇവിടെ ഒരുപാട് പ്രയാസങ്ങളാണ്. ഇവിടെ മീൻസ് ഈ കർണാടകയിലോ, അവിടെ മീൻസ് ആ കേരളത്തിലോ, അവിടെ മീൻസ് ആ ഉത്തർപ്രദേശിലും UP-യിലും അതുപോലെ തമിഴ്നാട്ടിലും ഒക്കെ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു അവിടെ മാത്രല്ല, ഗൾഫ് നാട് എന്ന് പറയുന്ന GCC എന്ന് പറയുന്ന 7 രാജ്യങ്ങളുണ്ടല്ലോ. ലോകത്തിന്റെ സമ്പത്ത് നിയന്ത്രിക്കുന്നത് 7 രാജ്യമാണ്. മനസ്സിലാക്കണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് മോനെ, നമ്മളെ കുറച്ചു നേരം ഒന്ന് അവിടെ ഇരിക്കണം കേട്ടോ കുട്ടികളെ. ഞാൻ അധികമൊന്നും പറയുന്നില്ല. 2 മണിക്കൂർ നിങ്ങൾ എല്ലാവരും പ്ലീസ് സൈലന്റ്. ഒരു 2 hours 2 മണിക്കൂർ ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് 2000 റക്അത്തിന്റെ കൂലി കിട്ടണം കേട്ടോ. നമ്മൾ എന്തായാലും 2000 റക്അത്ത് നിസ്കരിക്കും. ഒരു രാത്രി പറ്റില്ല. ഔലിയാക്കൾ നിസ്കരിക്കും. പക്ഷെ നമ്മൾ ആരിൽ ഉണ്ടോ ഔലിയാക്കൾ എന്ന് പറയാൻ അതിന്റെ യോഗ്യത ഒന്നും എനിക്കില്ല. അതൊക്കെ അള്ളാഹു അവരും തമ്മിലുള്ളതാണ്. പക്ഷെ ഒട്ടുമിക്കരും സാധാരണക്കാരെ കൊണ്ട് ഒരു രാത്രി 2000 റക്അത്ത് നിസ്കരിക്കാൻ നല്ലത് പറ്റൂല. മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കറാമത്ത് നോക്കുമ്പോ കാണാനുണ്ട്. ഒരു കാൽമേൽ നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ, ഒരു ചൽമോദലായി മൂവാണ്ടി പാർത്തോവർ, നിലവേറും ഈശാ തോളുതോരു ദുവാലെ 40 ാണ്ടോളം സുബഹി തോളുതോവർ.
ഒരു കാലിന്റെ മുകളിൽ നിന്ന് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ തങ്ങൾ ഒരു ഖത്തോദി ഇങ്ങനെ നിട്ട് ഒരു യാസീൻ ഓതി. അങ്ങനെ അപ്പത്തിനും കാലിട്ട് പോയി അല്ലേ, അവിടെ ബാലൻസ് ആർക്കാ പറ്റുക? അങ്ങനെ നിട്ട് ഖത്തോദാൻ യാസീൻ വൈലേക്ക് തുറജോ എന്ന് പറയേണ്ടി വരും, അല്ലാതെ നമുക്ക് യാസീൻ ഓതാൻ പറ്റൂല കേട്ടോ. അത്രേ ഉള്ളൂ നമ്മുടെയൊക്കെ ബാലൻസ്. ആ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ പറയാണ് നിലവേറും ഈശാ തൊഴുതോരുവാലെ 40 റ്റാണ്ടോളം സുബഹി തൊഴുതോവർ. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും നാലാന്നും പിറ്റന്നാളും ഇപ്പൊ 2 ആഴ്ചയായിട്ട് നിരന്തരമായ പ്രാധാന്യം. ഇതിപ്പോ ഒരു അത്ഭുതമല്ല. 44-45 കൊല്ലമായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പൊ 44 കൊല്ലങ്ങൾ പോന്നപ്പോ എനിക്ക് 10-60 വയസ്സായല്ലോ. അതിനനുസരിച്ച് രോഗം കൂടി, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ബി.പി ഒക്കെ ഉണ്ട്. അതിനൊക്കെ മരുന്ന് ചികിത്സയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ പണ്ടത്തെ പോലെ അങ്ങ് ഉറക്കൊഴിച്ചാൽ ദീർഘമായി യാത്ര ചെയ്യുമ്പോൾ അത് ശരീരത്തിന് വല്ലാതെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഡോക്ടർമാർ നമ്മളോട് പറയണ മിനിമം 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, ചിലപ്പോ സ്ട്രോക്ക് വന്ന് കൈ ഇങ്ങനെയാവും, പാർക്കിൻസൺസ് പിടിച്ചിട്ട് ശരീരം എങ്ങനെയാവും. 6 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഉറങ്ങണം. ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്ന സ്ട്രിക്റ്റായ നയമാണ്. അത് സാധാരണക്കാർക്ക് അത് നിയമബാധകം. പക്ഷെ ഔലിയാക്കളുടെ ലോകത്ത് നോക്കുകയാണെങ്കിൽ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു എത്ര കൊല്ലം ജീവിച്ചു? 90 വയസ്സ് വരെ ജീവിച്ചു അല്ലേ. 40 റ്റാണ്ടോളം വയത് പറഞ്ഞോവർ, നന്നായി 90 കാലം ഇരുന്നോവർ. എന്താടാ മോനെ ഡ്രോൺ വരുമെന്നല്ലോ ഇറാനിന്ന്? ഇപ്പൊ പേടിയാണ് ഈ വക സാധനമൊക്കെ വരുമ്പോഴേ. അല്ല മറ്റോടത്ത് നിങ്ങൾ ആ ഓർമൂസ് കടലെടുക്ക് വഴി ഇങ്ങോട്ട് കയറിയതാണോ എന്നൊരു പേടി. ഇങ്ങനത്തെ ഒക്കെ വരുമ്പോ വല്ലാതെ പേടിക്കേണ്ട ഒരു കാലാണ്. കാരണം ഇതൊക്കെയാണ് ഇപ്പം മാരക ശേഷിയുള്ള ജൈവ ന്യൂക്ലിയർ ആയുധങ്ങളുമായി വരുന്ന സാധനങ്ങളാണ്, ഇതിന്റെ എക്സാമ്പിളുകളാണ്. ആവട്ടെ ഇത് വെക്കണതൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ നല്ല വാദം പറയുമ്പോൾ ആൾക്കാർ ചിന്ത ഈ വിമാനത്തിന് മുഴുക്കാവും. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യമൊക്കെ കഴിഞ്ഞാൽ മൂപ്പരക്ക് നിലത്തിറക്കാൻ നല്ലത്. ലാൻഡ് ചെയ്തോട്ടോ, ഒക്കെ എടുത്തിട്ട് മൂപ്പരൊന്ന് ലാൻഡാക്കി. നമ്മള് നല്ല വയൽ പറയുമ്പോൾ ഈ സാധനം അപ്പൊ അതുവരെ പറഞ്ഞ വയലൊക്കെ മൂപ്പരുണ്ടോ. പിന്നെ നമ്മൾ ആദ്യം പോലെ തുടങ്ങേണ്ടി വരും. പ്രസംഗത്തിന് അങ്ങനെ ഒന്നുണ്ട്. ഒരൊറ്റ ആള് വിചാരിച്ചാൽ മതി ഒരു പ്രഭാഷകന്റെ പ്രഭാഷണം കൊളാക്കാൻ. അത് സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. അത് സൈക്കോളജിയാണ്. ഒരൊറ്റ ആള് വിചാരിച്ചാൽ മതി ഒരു വയത് കലക്കാൻ. ഒരൊറ്റ എന്താന്ന് ഞാൻ പറയുന്നില്ല, ആരെങ്കിലും ചെയ്താലോ. അതങ്ങനെ എല്ലാ രഹസ്യവും പറയാൻ പറ്റില്ല. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാൻ ഒരുപാട് രഹസ്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് എന്റെ ഹൽഖ മുറിച്ചാലും ഞാനത് പറഞ്ഞു കൊടുക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് ഒരുപാട് രഹസ്യങ്ങളായ ഇൽമു തന്നിട്ടുണ്ട്. എന്റെ ഹൽഖ മുറിച്ചാലും ഞാനത് പറഞ്ഞു തരൂല. കാരണം ചില രഹസ്യങ്ങളെ രഹസ്യമാക്കി വെക്കേണ്ടതാണ്, അത് പരസ്യമാക്കി വെക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വളരെയധികം ചിന്തിക്കണം. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു 40 കൊല്ലം വയസ്സ് പറഞ്ഞു, 90 വയസ്സ് വരെ ജീവിച്ചു. ഒരു കുഴപ്പമില്ല, പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോളില്ല, സ്ട്രോക്കില്ല, ഒന്നുമില്ല. ആ മുഹയ്യിദ്ദീൻ ശൈഖ് എത്ര ദിവസം ഉറങ്ങി? മജീമാല നോക്കിയാൽ കാണാം, ബിഗിയ ഉഞ്ഞത്തി തുടങ്ങിയ കിതാബ് മുത്താലാത്ത് ചെയ്താലും കാണാം. ബിഗിയ ഉഞ്ഞത്തി ഔസുൽ ആദമിന്റെ കിതാബാണ്. അത് നോക്കിയിട്ടാണ് ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു മുഹയ്യിദ്ദീൻ മാല ഉണ്ടാക്കിയത്. ആ മുഹയ്യിദ്ദീൻ മാലയിൽ ഖാദി മുഹമ്മദ് തങ്ങൾ പറയാണ്, നിലവേറും ഈശാ തൊഴുതോരുവാലെ 40 റ്റാണ്ടോളം സുബഹി തൊഴുതോവർ. ഈശാ നിസ്കരിച്ച വുദു കൊണ്ട് തന്നെ സുബഹി നിസ്കരിച്ചു. ആരി മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ തങ്ങൾ 40 കൊല്ലം, 40 ദിവസമല്ല പറയുന്നത്, 40 കൊല്ലം ഈശാ നിസ്കരിച്ച വുദു മുറിയാതെ സുബഹി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ 40 കൊല്ലം മുഹയ്യിദ്ദീൻ ശൈഖ് കണ്ണിന്റെ പോലെ ചിമ്മിയിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. ഔലിയാക്കൾ അങ്ങനെയാണ്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ. അല്ലാഹുവിന്റെ ഔലിയാക്കളെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്തവരാണ്. അവർക്ക് രാവില്ല, പകലില്ല, ഉറക്കില്ല, ക്ഷീണല്ല, ഭക്ഷണല്ല കേട്ടോ. അവരുടെ കൽബിലെപ്പോഴും അള്ളയാണ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഔലിയാക്കളുടെ കൽബിലെപ്പോഴും അല്ലാഹ് എന്ന ചിന്തയാണ്. നമ്മുടെ കൽബിലെപ്പോഴും ദുനിയാവ്, പണം എന്ന ചിന്തയാണ്. അത് ഖബറിലെത്തുന്നത് വരെയാണ്. ഈ ദുനിയാവ് നൈമിഷികമാണ്. ഇന്നിവിടെ പ്രസംഗിച്ച എന്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ ഖതീബായ
ചെറുപ്പക്കാരനായ സഖാഫി, അതേ ആ സഖാഫി പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ ഉസ്താദ് ഈ കർണാടക സ്റ്റേറ്റിലെ പേരമുഖർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മുദരിസായിരിക്കുമ്പോൾ അവിടെ വെച്ച് മരിച്ചുപോയി. കഴിഞ്ഞ കൊല്ലത്തിന്റെ മേലത്തെ കൊല്ലോ ഞാൻ പേരമുഖറിലും കെമാറയിലും അതിന്റെ ആ പരിസരങ്ങളിലൊക്കെ ഒരു 6-7 സ്ഥലത്ത് വയതിന് ചെന്നപ്പോ ഈ മുദരിസൻ അവിടെ കണ്ടിരുന്നു. എന്റെ കൂടെ ഒരു പായയിൽ കിടന്ന് പഠിച്ച മുദരിസാണ്. അതുകൊണ്ട് ആര് എവിടെ എപ്പ ഏത് സാഹചര്യത്തിൽ മരിക്കുമെന്ന് പറയാൻ റഹ്മാനായ റബ്ബിനല്ലാതെ പറയാൻ പറ്റൂല. അത്രയുള്ളൂ നമ്മുടെ ജീവിതത്തിന്റെ ഗ്യാരണ്ടിയും വാറണ്ടിയും കേട്ടോ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഉള്ള സമയം അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലായി ചെലവഴിക്കണം. കിട്ടുന്ന ആനുകൂല്യം ഒന്നും കളയരുത് കേട്ടോ. കിട്ടണത് ഒന്നും കളയരുത്. ഉറൂസ് കഴിക്കുമ്പോൾ കിട്ടണത് എന്താണെന്നറിയോ? എന്തിനാ ഉറൂസ് കഴിക്കുന്നത്? നമ്മൾ വലിയുല്ലാഹി ഇബ്രാഹിം മുസ്ലിയാരും ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് മഹാന്റെ ഉറൂസ് കഴിക്കുക. എന്തിനാ ഉറൂസ് കഴിക്കുന്നത്? അതിന് ഉത്തരം പറയാൻ നമ്മളെ കൽബിലുണ്ടാവണം. പറയണം പറഞ്ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനൊന്നല്ല, ബേജാറാവണം. ഉത്തരം ഞാൻ പറഞ്ഞു ഒറ്റ ഉത്തരേ ഉള്ളൂ. ഉറൂസ് എന്തിനാ കഴിക്കണത്? സ്വർഗം കിട്ടാൻ. സ്വർഗം കിട്ടാൻ. അതിൽ കുറഞ്ഞൊരു ഉത്തരം, സ്വർഗം കിട്ടണം. അപ്പൊ ഉറൂസ് കഴിച്ചാൽ സ്വർഗം കിട്ടുമോ? സ്വർഗം കിട്ടും. മനുഷ്യന്മാരുടെയും ജിന്നുകളെയും കൂടാതെ 4 ജന്തുക്കളിൽപ്പെട്ട 7 സ്വർഗത്തിലുണ്ട്. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകമോ സ്വർഗത്തിലാണ്. 7 ജീവികൾ സ്വർഗത്തിലുണ്ട്. വേറെ ആരും സ്വർഗത്തിലില്ല ജീവികളുടെ കൂട്ടത്തിന്ന് കേട്ടോ. ചില നായും സ്വർഗത്തിൽ കിടക്കുന്നുണ്ട്. ഇന്ന് എനിക്കൊരു വാട്സാപ്പിൽ ഒരാൾ ഒരു വീഡിയോ അയച്ചു. ചിലതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്താണ് ആ വീഡിയോയിലുള്ളതെന്നറിയോ? മലപ്പുറം ജില്ലയിലെ പത്തപ്പിരിയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കൊണ്ടോട്ടിക്കപ്പുറത്ത്, കേരളത്തിൽ. അവിടെ ഒരു ഉമ്മ, നബീസ എന്ന പേരുള്ള ഒരു ഉമ്മ, വയസ്സായ ഉമ്മയായിരുന്നു. ആ ഉമ്മ വീടിന്റെ ഉമ്മറത്ത് നിൽക്കുമ്പോൾ ഒരു തെരുവ് പറ്റി ഭക്ഷണം കിട്ടാതെ വന്നു. ആ ഉമ്മ വീട്ടിലിരിക്കുന്ന നല്ല മീൻകറിയും ചോറും കൂടി കുഴച്ചിട്ട് ആ പട്ടിക്ക് തിന്നാൻ കൊടുത്തു. അങ്ങനെ ആ പട്ടി ദിവസം വരും, ഉമ്മ തിന്നാൻ കൊടുക്കും. നല്ല ചോറും മീൻകറിയും മിക ചിക്കനും മട്ടനൊക്കെ കൊടുക്കും. ആ ഉമ്മ പെട്ടെന്ന് സ്ട്രോക്ക് പിടിച്ചിട്ട് ആരുമില്ലാത്ത സമയത്ത് വീടിന്റെ ഉമ്മറത്ത് തലകറങ്ങി വീണു. ഈ ചോറ് തിന്നണ പട്ടി മാത്രമേ അവിടെ ഉള്ളൂ. ആ പട്ടി കൊരച്ച് ആളെ കൂട്ടി വീടുകളിൽ പോയി ആളെ വിളിച്ചു കൊണ്ടുവന്ന് ഈ ഉമ്മാനെ, സ്ട്രോക്ക് പിടിച്ച ഉമ്മാനെ ആശുപത്രിയിലെത്തിക്കാൻ ആ പട്ടിയാണ് മുൻകൈയെടുത്തത്. അങ്ങനെ ആ ഉമ്മ മരിച്ചുപോയി. ആ ഉമ്മ മരിച്ചപ്പോൾ ആ ഉമ്മാനെ കബറടക്കിയിട്ട് 41 ദിവസം കഴിഞ്ഞിട്ടും ഈ പട്ടി ഉമ്മാടെ കബർ വിട്ടുപോണില്ല. ഉമ്മാന്റെ കബറിന്റെ അടുത്ത് ഈ പട്ടി ഇങ്ങനെ കിടക്കുകയാണ്. മീസാങ്കല്ലിന്റെ മുകളിൽ തലയും വെച്ച ആ പട്ടി കിടക്കുന്ന ഫോട്ടോ എന്റെ വീഡിയോയിലുണ്ട്, എന്റെ ഈ മൊബൈൽ ഫോണിലുണ്ട്. നായ സ്വർഗത്തിലുണ്ട് മോമിനീങ്ങളെ, നായ സ്വർഗത്തിലുണ്ട്. ഒരു നായ സ്വർഗത്തിൽ കിടക്കുന്നുണ്ട്. ഏതാണ് ആ നായ? അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ഗുഹയ്ക്കുള്ളിലുള്ള ഔലിയാക്കൾ കയറിയപ്പോ തന്റെ 2 കൈകാലുകൾ നിവർത്തി വെച്ചിട്ട് ഔലിയാക്കൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് കാവലിരുന്നിട്ട് അവിടെ കിടന്ന് മരിച്ചുപോയൊരു നായയുണ്ട്. ഡമാസ്കസിലാണ് ഈ ഔലിയാക്കളുടെ ഗുഹ കിടക്കുന്നത്, അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹ. ആ ഗുഹയുടെ പേരാണ് ഇന്ന് സൂറത്ത് അസ്ഹാബുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫ്. വെള്ളിയാഴ്ച മുതൽ ശക്തിയായ സൂറത്താണ്. അതിൽ പറയുന്ന ചരിത്രമാണിത്. ഈ നായ സ്വർഗത്തിലാണ്. ഈ നായ നിസ്കരിച്ചിട്ടാണോ? നായ നോമ്പ് നോറ്റിട്ടാണോ? നായ സക്കാത്ത് കൊടുത്തിട്ടാണോ? നായ ഹജ്ജ് ചെയ്തിട്ടാണോ? നായ ചെയ്ത പണി എന്താ? ഖുർആൻ പറഞ്ഞത് വഖൽബുഹു ബാസിത്തുൻ സിറാഇഹി ബിൽ വസീദ്. അതിന്റെ കൈകാലികൾ നിവർത്തി വെച്ചുകൊണ്ട് ഗുഹാമുഖത്ത് ഔലിയാക്കൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തു. അല്ലാഹു ബഹുമാനിച്ച ഔലിയാക്കളെ സഹായിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഷാഫി മദ്ഹബിൽ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട, അതിലൊരു പ്രാവശ്യം ശുദ്ധിയുള്ള മണ്ണ് കൊണ്ട് കഴുകി ശുദ്ധിയാക്കേണ്ട ജന്തുവാണ് നായ. ആ നായ നാളെ സ്വർഗത്തിലാണ്. ഔലിയാക്കളെ ബഹുമാനിച്ച നായ സ്വർഗത്തിലാണ്. എന്നാൽ മഹാനായ വലിയുല്ലാഹി ഇബ്രാഹിം മുസ്ലിയാരുടെ ഉറൂസ് കഴിക്കാൻ 10 ചാക്ക് അരി, 1 കിലോ ഇറച്ചി, 10,000 റുപ്യ, 5,000 റുപ്യ ഔലിയാഹിനെ ബഹുമാനിച്ചു കൊണ്ട് കൊടുത്ത അഹമ്മദും പോക്കറിയും മമ്മൂട്ടിയും അതേ
ഖദീജയും ഫാത്തിമയും നബീസയും സ്വർഗത്തിലല്ലെന്ന് പറയാൻ ആരുടെ കയ്യിലെങ്കിലും ലക്ഷ്യമുണ്ടോ, തെളിവുണ്ടോ? അപ്പൊ ഉറൂസ് കഴിക്കണെന്തിനാ മോനെ? ഉറൂസ് കഴിക്കുന്ന പോലെ കഴിച്ചാൽ നല്ല ഇഖ്ലാസിൽ കഴിച്ചാൽ അത് സ്വർഗത്തിലേക്കല്ലേ. ഔലിയാക്കളുടെ പ്രിയം വെച്ചവൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. എന്താണ് ഹദീസിൽ പറഞ്ഞത്? ആരെ പ്രിയം വെച്ചോ അവന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അൽ മർഉ മഅ മൻ അഹബ്ബ. മനുഷ്യൻ അവൻ ഇഷ്ടപ്പെട്ടവന്റെ കൂടെയാണ്. അതെ, മനുഷ്യൻ അവൻ ഇഷ്ടപ്പെട്ടവന്റെ കൂടെയാണ്. മനുഷ്യൻ ഇഷ്ടപ്പെട്ട ഔലിയാക്കളെ ഇഷ്ടപ്പെട്ടാൽ ഔലിയാക്കൾ സ്വർഗത്തിലാണ്, അതിന്റെ കൂടെ സ്വർഗത്തിലെത്തും. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ, ആമീൻ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ, ആമീൻ. അതുകൊണ്ട് ഈ ഉറൂസിന്റെ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഔലിയാക്കളുടെ ചരിത്രങ്ങൾ പഠിക്കണം, ഇൽമുള്ളവരാക്കി തീർക്കണം. ഇസ്ലാമിനെ പറ്റി നല്ല ബോധമുള്ള ആളുകളാവണം. ഇസ്ലാം ലോകത്ത് സുന്ദരമായ മതമാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞ മതമാണ്. ഒരു കാര്യം ഇസ്ലാമിൽ ചർച്ച ചെയ്യാതിരുന്നിട്ടില്ല. നമ്മളിപ്പോ പറയും അതിപ്പോ ഉറൂസിന് ഒരു 5-6 ദിവസം വയലുണ്ടാവും, ചിലയിടത്ത് 10 ദിവസം ഉണ്ടാവും, ചിലയിടത്ത് 15 ദിവസം ഉണ്ടാവും. കർണാടകയിൽ 15, 20, 25 വയൽ നടത്തുന്ന ഉറൂസുകളുണ്ട്. ഉദയാസ്തമന ഉറൂസ് 5 കൊല്ലം കൂടുമ്പോൾ നടത്തുന്ന ഉറൂസ്, 3 കൊല്ലം നടത്തുന്ന ഉറൂസൊക്കെ ഇവിടെ ഉണ്ട്. 10, 20, 30 കൊല്ലൊക്കെ 30 ദിവസമൊക്കെ വയൽ നടത്തുന്ന ഉറൂസുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ ചിലരൊക്കെ പറയാം അതിപ്പോ എന്ത്, അത് ഉസ്താദുമാർ ഇപ്പൊ എന്നും കുറെ കാലമായിട്ട് പറയുന്ന ആ വയൽ നോമ്പ് നോക്കണം, നിസ്കരിക്കണം, ഹജ്ജ് ചെയ്യണം, കള്ളുടിക്കാൻ പാടില്ല, പൊന്നൊടിക്കാൻ പാടില്ല, പരിശോധിക്കാൻ പാടില്ല, നുണ പറയാൻ പാടില്ല, ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതിനിപ്പോ അത് മാത്രമല്ല, ഇസ്ലാമിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത അറിവാണ്. അറിവുള്ളവൻ മാത്രമാണ് വലിയാവുള്ളൂട്ടോ. ഔലിയാക്കൾ വിവരമുള്ളവരാണ്, ഔലിയാക്കൾ മുത്തഖീങ്ങളാണ്, പണ്ഡിതന്മാരാണ് ഔലിയാക്കൾ എന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. പണ്ഡിതന്മാരാണ് ഔലിയാക്കൾ. ഔലിയാക്കള് പൊട്ടന്മാരല്ല കേട്ടോ. നിങ്ങൾ കേട്ടോ, കർണാടകയില് മംഗലാപുരത്തിന്റെ തൊട്ടടുത്ത് ഉള്ളാല് മഖബറയിൽ കിടക്കുന്ന മഹാന്റെ പേരെന്താണ്? ഖുത്ബുസ്സമാൻ മുഹമ്മദ് ശരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ്. വലിയ പണ്ഡിതനാണ്. ഉള്ളാളത്തെ കുളത്തിൽ ഒരു ദിവസം മുഹമ്മദ് ശരീഫുൽ മദനി തങ്ങൾ ഇറങ്ങുകയാണ്. ആ കുളത്തിൽ അങ്ങ് ഇറങ്ങിയിട്ട് കുറച്ച് വെള്ളം കയ്യിലെടുക്കുകയാണ്. ഒറ്റ തേകലാണ് അങ്ങോട്ട്. വീണ്ടും വെള്ളെടുത്തുകൊണ്ട് തേവുകയാണ്. തീയിടട്ടെ തീയിടട്ടെ എന്ന് പറയാണ്. അപ്പൊ കൂടെ നിൽക്കുന്ന ആളുകൾ ചോദിച്ചു, തങ്ങളെ ഇവിടെ തീയൊന്നും കാണാനില്ലല്ലോ, തങ്ങൾ എന്തിനാണ് ഈ കിണറ്റിലെ വെള്ളെടുത്ത് തീയിടട്ടെ തീയിടട്ടെ എന്ന് പറയുന്നത് ചോദിച്ചപ്പോൾ ഖുത്ബുസ്സമാൻ മുഹമ്മദ് ശരീഫുൽ മദനി ഉള്ളാളത്ത് മറപട്ട് കിടക്കുന്ന ശൈഖ് പറയാണ്, അതേ മക്കത്തെ ഹറമിലെ തീ പിടിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് വെള്ളമൊഴിക്കുകയാണ്. 4000 മൈലപ്പുറത്ത് കിടക്കുന്ന സൗദി അറേബ്യയിലെ മക്കത്തെ ഹറമിൽ തീ പിടിച്ചപ്പോ കർണാടകയിലെ ഉള്ളാളത്തെ പള്ളിയുടെ കുളത്തിലെ വെള്ളമെടുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു. അത് കേൾക്കുമ്പോ ചിലവർക്ക് തോന്നി, എന്ത് പൊട്ടത്തരാ മൊയ്ലിയരെ, ഉള്ളാളത്തെന്ന് വെള്ളമൊഴിച്ച ആ മക്കത്തെത്തോ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അതും പറ്റും, അതിന്റെ അപ്പുറം പറ്റും എന്ന് നമ്മൾ പണ്ട് പറയുമ്പോ അതിന് തെളിവ് ചോദിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ഒരു ಕಾര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നമ്മളിവിടെ ഇത് ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬೆಸ್ಟ್ ಫೌಂಡೇಶನ್ ನ ರೂವಾರಿ ಕೆಪಿಸಿಸಿಯ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಯಾಗಿರುವಂತಹ ಶ್ರೀಯುತ ರಕ್ಷಿತ್ ಶಿವರಾಮ್ ರವರು ನಮ್ಮ ಈ ಉರೂಸ್ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದ್ದಾರೆ. ತಮಗೆ ಕೊಂಡದಬೆಟ್ಟು ಉರೂಸ್ ಸಮಿತಿಯ ಪರವಾಗಿ ಹಾಗೂ ಸರ್ವರ ಪರವಾಗಿ ಗೌರವಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸುತ್ತಿದ್ದೇನೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಇನ್ನೋರ್ವ ಅತಿಥಿಯಾಗಿ ಶೇಖರ್ ಕುಕ್ಕೇಡಿ ಆಗಮಿಸಿದ್ದಾರೆ. ತಮ್ಮ ಕೂಡ ಗೌರವಪೂರ್ವಕವಾಗಿ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತಿಸುತ್ತಿದ್ದೇನೆ. അൽഹംദുലില്ലാഹ്. നമ്മുടെ കെപിസിസിയുടെ വലിയ നേതാവ് അദ്ദേഹം ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് നമ്മുടെ ഉറൂസിന്റെ സമാപനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് കടന്നു വന്നതിനെ നമ്മൾ വെൽക്കം ചെയ്യുകയാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ വരവ് കബൂലാക്കട്ടെ, ആമീൻ. എല്ലാവിധ സൗഹാർദ്ദത്തോടെയും സന്തോഷത്തോടെയും എല്ലാവർക്കും ഒന്നിച്ചു നീങ്ങാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു.
ഭാരതീയര് പഠിപ്പിക്കുന്നത് അതാണ്. ലോകത്തിലുള്ള സർവ്വ മനുഷ്യർക്കും സുഖം ഉണ്ടാവട്ടെ. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതന്നെയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അല്ലാഹുവേ, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും പാപികൾക്കും ദോഷികൾക്കും എല്ലാം ഒരുപോലെ ഗുണം ചെയ്യുന്ന റബ്ബേ, നിനക്കാണ് സർവ്വസ്തോത്രങ്ങളും, നിനക്കാണ് സ്തുതികളും. അൽഹംദുലില്ലാഹ്. ഔലിയാക്കൾക്കുള്ള കണ്ണിലും മതവുമില്ല, രാഷ്ട്രീയവുമില്ല, ജാതിയില്ല, രാജ്യമില്ല, രാഷ്ട്രമില്ല. കേട്ടോ, നിങ്ങൾ കേട്ടിട്ടില്ലേ? കേരളത്തിലെ ഞാൻ പറഞ്ഞപ്പോ ഒരു ചരിത്രത്തിൽ നിങ്ങൾ മാറിയതാ. കേരളത്തിലെ പേര് കേട്ടൊരു ഔലിയുണ്ട്. ആരാത്? മമ്പുറം ഖുത്ബുസ്സമാനി സയ്യിദ് അലവി തങ്ങളെ ജാഹി ബറകത്തിനാലെ കാക്കണം യാ റബ്ബനാ. മമ്പുറം ഖുത്ബുസ്സമാനി സയ്യിദ് അലവി തങ്ങളെ ജാഹി ബറകത്തിനാലെ കാക്കണം യാ റബ്ബനാ. ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു മമ്പുറത്ത് മരിച്ചു കിടക്കുന്ന ശൈഖ്. മമ്പുറത്തെ ശൈഖിന്റെ ക്ലോസ് ഫ്രണ്ട്, ഇന്റിമേറ്റ് ഫ്രണ്ട് ആരാന്നറിയോ? കോന്തുനായര്. ആര്? കോന്തുനായര്. അങ്ങനെ ഒരാളുണ്ട്. കോന്തുനായര് പറഞ്ഞാരാ? നായരാണ്. ബ്രാഹ്മണൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന കാസ്റ്റാണ്, ജാതിയാണ് നായർ. ആ നായരാണ് ആര്? ഔലിയാക്കളുടെ ഖുതുബായ മമ്പുറം തങ്ങളുടെ അടുത്ത സുഹൃത്ത്. നേരമെടുത്ത കോന്തുനായര് നേരെ വരിക മമ്പുറം തങ്ങളുടെ അടുത്ത. ഇനി വേറൊരു ഉദാഹരണമുണ്ട്. കുഞ്ഞായി മുസ്ലിയാര് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു കേരളത്തിൽ. ഔലിയാണ്, രസിക ശിരോമണിയാണ്, എഴുത്തുകാരനാണ്, പദ്യഗായകനാണ്. ആര്? കുഞ്ഞായി മൊയ്ലിയാര്. കുഞ്ഞായി മൊയ്ലിയാരുടെ കൂട്ടുകാരൻ ആരാന്നറിയോ? മങ്ങാട്ടച്ചൻ പറഞ്ഞാൽ ഹിന്ദുവാണ്. കുഞ്ഞായി മൊയ്ലിയാർ മങ്ങാട്ടച്ചൻ എന്നാണ് പറയാ. എവിടെ പോകയാലും കുഞ്ഞായി മൊയ്ലിയാർ ഉണ്ടാവും, മങ്ങാട്ടച്ചൻ ഉണ്ടാവും. എവിടെ പോകയാലും കോന്തുനായരുണ്ടാവും, മമ്പുറന്തങ്ങളുണ്ടാവും. ഇവിടെ ഹിന്ദു മുസ്ലിമോ പാരമ്പര്യമായിട്ട് തന്നെ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന നാടാണ് കേരളം, ഇന്ത്യ. കേട്ടോ, ഇന്ത്യ. അതിൽ ഹിന്ദും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും ബുദ്ധനും ജൈനനും മതമുള്ളവനും ഇല്ലാത്തവരും മനുഷ്യരൊക്കെ ഒന്നാണെന്ന് പറയുന്നവരാണ് ഇവിടെയുള്ളവരൊക്കെ. മാനവികത ഉയർത്തിപ്പിടിക്കുന്നവരെ. പിന്നെ ഔലിയാക്കളുടെ കണ്ണിൽ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല. നിങ്ങൾ നോക്ക്, അജ്മീറിൽ മറവട്ട് കിടക്കുന്ന ഖാജാ ഗരീബ് നവാദ് മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ ചെന്നാൽ, നിങ്ങൾ ചെന്നോക്ക്, അജ്മീറിൽ രാജസ്ഥാനിൽ ചെന്നാൽ ഖാജാ പാപ്പാടെ മഖാമിൽ പൂവ് വതറലാണ് പ്രധാനപ്പെട്ട അവിടുത്തെ ആചാരം. ആ പൂവിന്റെ കൊട്ടയേറ്റി വരുന്നതാരാണ്? നരേന്ദ്രമോദിയും പൂക്കൊട്ടയേറ്റി അവിടെ ചെന്നു, ജവഹർലാൽ നെഹ്റു പൂക്കൊട്ടയേറ്റി അവിടെ ചെന്നു, ഇന്ദിരാഗാന്ധി പൂക്കൊട്ടയേറ്റി അവിടെ ചെന്നു, MP സിംഗ് പൂക്കൊട്ടയേറ്റി അവിടെ ചെന്നു, മൊറാർജി ദേശായി പൂക്കൊട്ടയേറ്റി അവിടെ ചെന്നു. ഭാരതങ്ങളുടെ മുഴുവൻ പ്രധാനമന്ത്രിമാരും ഖാജാ പാപ്പാടെ മഖബറയിൽ പൂവ് വെതറിയവരാണ്. അതേ ഖാജാക്ക് ഹിന്ദുവോ മുസ്ലിമോ നായരോ ചെറുമനോ കൊളയനോ ആരും നോക്കാറില്ല. ഏർവാടിയിൽ നിങ്ങൾ ചെന്ന് നോക്ക്, അവിടെ ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ച് നീങ്ങുന്ന കാഴ്ച കാണാം. അതേ ഉള്ളാളത്ത് ചെന്ന് നോക്ക്, അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിയാറത്തിന് സന്ദർശനത്തിന് വരുന്ന കാഴ്ച കാണാം. ഈ സൗഹാർദ്ദമാണ് നമ്മുടെ ഇന്ത്യ. അതിനുവേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം പ്രിയപ്പെട്ടവരെ. ഇബ്രാഹിം മുസ്ലിയാർ ഇവിടെ കൊളുത്തി വെച്ചത് വർഗീയതയല്ല, വിഘടനവാദമല്ല, തീവ്രവാദമല്ല, മതസൗഹാർദ്ദമാണ്, മാനവികതയാണ്, സ്നേഹമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ പഠിപ്പിച്ചത് എന്തായടോ? നിന്റെ 40 വീട് തെക്കോട്ട്, നിന്റെ 40 വീട് വടക്കോട്ട്, നിന്റെ 40 വീട് കിഴക്കോട്ട്, നിന്റെ 40 വീട് പടിഞ്ഞാറോട്ട്, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഈ 4 ഭാഗത്തും 40 14. അപ്പൊ എത്ര വീടായി? 40 40 80 160 വീട്. നിന്റെ വീടിന്റെ 4 ഭാഗത്തുള്ള 160 വീട് നിന്റെ അയൽവാസിയാണ്, നൈബറാണ്. ആ 160 വീട്ടിൽ ഒരാൾ പട്ടിണി കിടന്നാൽ അല്ലാഹു നിന്നെ വെറുതെ വിടില്ല. നീ നിന്റെ വീട്ടിൽ ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോ, നല്ല മട്ടൻ വെക്കുമ്പോ, നല്ല ചിക്കൻ വെക്കുമ്പോ ചിലപ്പോ 2 കിലോനെ ഉണ്ടാവുള്ളൂ. ഈ 160 വീട്ടുകാർക്കും കൂടി 2 കിലോ കൊടുക്കാൻ എത്തോ? ഒരു കഷ്ണം കൊടുക്കാൻ പറ്റൂല. പക്ഷേ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഇറച്ചിയുടെ കറിയിൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കുക, എന്നിട്ട് കറി അങ്ങോട്ട് നീട്ടിക്കോ.
കഷ്ണം കൊടുക്കാൻ കഴിയില്ലെങ്കിലോ രാമകൃഷ്ണന്റെ വീട്ടിലോ ജോസഫിന്റെ വീട്ടിലോ സീത ചേച്ചിയുടെ വീട്ടിലോ കുറച്ച് ഇറച്ചി കറി കൊടുത്തോ. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അതാണ് ഇബ്രാഹിം മുലിയാരി ഇവിടെ പഠിപ്പിച്ചത് കേട്ടോ. അതന്നെയാണ് ഈ ഇന്ത്യയിലുള്ള ഔലിയാക്കൾ മുഴുവൻ പഠിപ്പിച്ചത്. ലോകത്തിൽ ഇസ്ലാം മതം പഠിപ്പിച്ചതും അത് തന്നെയാണ്. ഇവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഒരു വിദ്വേഷമോ ഒരു മനുഷ്യനെ കൊല്ലാനോ ആക്രമിക്കാനോ ഒരു മതവും പഠിപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മതം പഠിക്കാത്തവര് മതത്തെ മനസ്സിലാക്കാത്തവര് രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം. അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഔലിയാക്കൾ അള്ളാഹുവിനെ അറിഞ്ഞവരാണ്, അള്ളാഹുമായി അടുത്തവരാണ്, അള്ളാഹു വലിയ പവർ കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവായിട്ട് ഒരാൾ അടുത്താല് അയാൾക്ക് ഇന്നലെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ഹദീസ് നോക്കിയാൽ കാണാം. അള്ളാഹുവിലേക്ക് ഒരാൾ അടുത്താൽ, മുത്തുനബി പറഞ്ഞൊരു ഖുദ്സിയായ ഹദീസ് എന്ന് പറയും. ആ ഹദീസിലുണ്ട് അള്ളാഹുവിലേക്ക് ഒരാൾ അടുത്താൽ അള്ളാഹ് പറയാ, ഞാൻ അവന്റെ കയ്യാവും, ഞാൻ അവന്റെ കാലാവും, ഞാൻ അവന്റെ കണ്ണാവും, ഞാൻ അവന്റെ ചെവിയാവും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കണ്ണ് ഞാൻ അവന്റെ കണ്ണാവും എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അവൻ, ഞാൻ അവന്റെ കാലാവും എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അവൻ എന്ന് പറഞ്ഞാൽ അവ ഉദ്ദേശിച്ചതൊക്കെ നടക്കും. അതാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹ് എനിക്ക് അവൻ താൻ ചെയ്ത പോരീഷ ആർക്കും ഖിയാമത്തോളം ചെയ്യാതെന്നോവർ ആരുണ്ടതിന്റെ മഖാമീനതെത്തിയിട്ട് ആരാരുമുണ്ടെങ്കിൽ ചൊൽവീനതെന്നോവർ. അല്ലാഹു തആല ഒരാൾക്ക് പവർ കൊടുത്താൽ അത് ഇത്രേ കൊടുക്കാൻ പാടുള്ളൂ, ഇന്നതേ കൊടുക്കാൻ പാടുള്ളൂ എന്നതിനർത്ഥമില്ല. അല്ലാഹുവിലേക്ക് അടുത്ത് നല്ല മനുഷ്യരായി ജീവിച്ചവർക്ക് അല്ലാഹു അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവ് കൊടുക്കും. അതിന് അറബിയിൽ പറയാ കറാമത്ത് എന്നാണ്. ഔലിയാക്കളാകുമ്പോ കറാമത്താണ്, അമ്പിയാക്കളാകുമ്പോ മുഅ്ജിസത്താണ്. അതുകൊണ്ട് കറാമത്ത് അത്ഭുത സിദ്ധികൾ ഹയാത്ത് കാലത്തിലും ഉണ്ടാകും, മരിച്ചതിന്റെ ശേഷം ഉണ്ടാകും. മരിച്ചതിന്റെ ശേഷം ഔലിയാക്കളിൽ നിന്ന് കറാമത്ത് ഉണ്ടാവും. അത് അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പവറാണ്. മരിച്ചാൽ എല്ലാം തീർന്നു എന്ന് വെക്കരുത് കേട്ടോ. മരിച്ചാൽ തൽക്കാലം ഒരു വിടയാണ്. റൂഹ് എവിടുക്കാ പോണ? നമ്മുടെ ഈ ബോഡി കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്താൽ MRI സ്കാൻ, വലിയൊരു സ്കാനാണ്. അതിന്റെ മീതുള്ള ഒരു സ്കാൻ ഉണ്ട്, സ്പെറ്റ് സ്കാൻ. അത് ഒരു 10,000-15,000 25,000 ചെലവ് വരും അത് എടുക്കണമെങ്കിൽ. അതിന്റെ അപ്പുറത്തുള്ള സ്കാനിങ് ഇല്ല. നമുക്ക് വേണമെങ്കിൽ കണ്ണിനെ വേണമെങ്കിൽ സ്കാൻ ചെയ്യാം, മൂക്കിനെ, കരളിനെ, ലിവറിനെ, പാങ്ക്രിയാസ്, കിഡ്നി, ലിവർ, എല്ലാത്തിനും വേണമെങ്കിൽ അറിയാൻ സ്കാൻ ചെയ്തൊക്കെ പറയാം. പക്ഷേ സ്കാനിങ്ങിൽ പെടാത്ത ഒരു സാധനമുണ്ട്, ഒരിക്കലും സ്കാൻ ചെയ്യാൻ പറ്റാത്ത സാധനമുണ്ട്. അതെന്താ? അറബിയിൽ പറയുന്ന റൂഹ്, മലയാളത്തിൽ പറയുന്ന ജീവൻ. ഇപ്പൊ നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നശിക്കുക എന്നാണോ? അല്ലല്ലോ. മരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ശരീരത്തിൽ നിന്ന് റൂഹ് പുറത്തു പോകുക, ആത്മാവ് പുറത്തു പോകലാണ് മരണം. അതായത് ജീവൻ പോകുക, അതാണ് മരണം, മൗത്ത് എന്നൊക്കെ പറയാം. അപ്പോ മരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവ് പുറത്തു പോകുക. ആത്മാവ് എവിടെയെന്ന് ആർക്കെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ? ഉണ്ടോ? നാളെ മംഗലാപുരത്ത് ഏനപ്പായുടെ ഹോസ്പിറ്റലില്ല, മെഡിക്കൽ കോളേജാണല്ലോ, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് വലിയ ഹോസ്പിറ്റലൊക്കെ പറയുന്നുണ്ട്, അവിടെയൊക്കെ പോകുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് സ്കാൻ സെന്ററിൽ എന്നിട്ട് പറയാം, അതെ എന്റെ റൂഹിന്റെ ഒരു സ്കാൻ എടുത്ത് തരാൻ പറ്റുമോ? എന്റെ റൂഹ് അവര് പറയും, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഐ ഡോണ്ട് നോ, ഞങ്ങൾക്കറിയില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ കണ്ണോ, കാലോ, കയ്യോ, ലിവറോ, പാങ്ക്രിയാസോ, കിഡ്നിയോ, മൂക്കോ, നാക്കോ, ഹാർട്ടോ, ബ്രെയിനോ അതൊക്കെ സ്കാൻ ചെയ്ത് തരാം. പക്ഷേ റൂഹിനെ പറ്റി ചോദിക്കും, യസ്അലൂനക അനിർ റൂഹ്, നബിയെ വിവരമില്ലാത്ത ജനങ്ങൾ തങ്ങളോട് വന്ന് ചോദിക്കും, യസ്അലൂനക അനിർ റൂഹ്, റൂഹ് എവിടുന്നാണ് വരുന്നത്, ആരാണ് കൊടുക്കുന്നത്, എപ്പോഴാണ് കൊടുക്കുന്നത് എന്ന് നിങ്ങളോട് അവർ ചോദിച്ചാൽ നിങ്ങൾ അതിന് കൊടുക്കേണ്ട മറുപടി എന്താവണം? ഉലിർ മിൻ അംരി റബ്ബി. ഇങ്ങോട്ട് നോക്ക്, റൂഹ് എന്റെ റബ്ബ് നേരിട്ട് കൊടുക്കുന്നതാണ്, അത് നേരിട്ട് കൊടുക്കും ചെയ്യും. റൂഹ് അല്ലാഹു നേരിട്ട് കൊടുക്കുന്നതാണ്, അത് നേരിട്ട് കൊടുക്കും ചെയ്യും. മാതാവിന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ
കിടക്കുമ്പോ റൂഹുണ്ടോ? ഇല്ല. ഒരു തുള്ളി ബീജം, അത് പിന്നെ ചോര കഷ്ണം, പിന്നെ മാംസ കഷ്ണം. 3 മാസം കഴിഞ്ഞ് ഇറച്ചിയും തുവലും നായും ഈയൊക്കെ വന്നപ്പോഴാണ് പിന്നെയാണ് റൂഹ് വന്നത്. ആരാണ് അതിന്റെ അകത്തേക്ക് ജീവനെ സമ്മാനിച്ചതാരാണ്? അല്ലാഹുവാണ്. ആ അല്ലാഹു തആല പറയുന്നു, അല്ലാഹു ഉദ്ദേശിച്ച സമയമായാൽ റൂഹിനെ തിരിച്ചെടുക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ നശിച്ചു എന്ന് അർത്ഥം വെക്കരുത്. മരിച്ചാലും അല്ലാഹു ചില കഴിവുകളൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും. അങ്ങനെ കൊടുത്തവരാണ് ഔലിയാക്കള്. അവര് മരിച്ചപ്പോഴും കറാമത്ത് കാണിച്ചിട്ടുണ്ട്. എത്ര കറാമത്തുകൾ കാണിച്ചതിന് തെളിവുകളുണ്ട്. ഞാൻ എന്റെ സമയം ദൈർഘ്യം ഭയപ്പെട്ടതിന്റെ പേരിൽ അതിലേക്ക് കടക്കുന്നില്ല. ആയിരക്കണക്കായ കറാമത്തുകൾക്ക് തെളിവ് നമ്മൾ പറഞ്ഞു തരാം പ്രിയപ്പെട്ടവരെ. മുഅ്ജിസത്തുകൾക്ക് തെളിവ് പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് 100-200 കൊല്ലം കഴിഞ്ഞിട്ട് അവിടുത്തെ പേരക്കുട്ടിയായ അഹ്മദുൽ കബീർ റിഫായി എന്ന് പറയുന്ന ലോകം കണ്ട വലിയ പണ്ഡിതനായ വലിയായ റിഫായി ശൈഖ് ചെല്ലിയാണ്. ആരെ കാണാൻ? ആരെ കാണാൻ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ മദീനയിലേക്ക് ചെന്നു. റസൂലുള്ള കിടക്കുന്ന റൗദ ശരീഫിന്റെ മുമ്പിൽ ചെന്നിട്ട് റിഫായി ശൈഖ് ഒരു പാട്ട് പാടി. എന്താണ് പാട്ട് എന്നറിയോ? ഫീ ഹാലത്തിൽ ബുഇദി റൂഹി കുന്തു റുസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യമീനക കൈ തഹവാ ബിഹാ ശഫതി. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പാടിയ പാട്ടെന്താണെന്നറിയോ? ഫീ ഹാലത്തിൽ ബുഇദി റൂഹി. ഓ നബിയേ, ഞാൻ ബഗ്ദാദിലുള്ളപ്പോ, ഇറാഖിലുള്ളപ്പോ, ഈജിപ്തിലുള്ളപ്പോ അവിടെ കിടന്ന് സലാത്ത് ചൊല്ലി അങ്ങയുടെ റൗദ ശരീഫിലേക്ക് എന്റെ റൂഹ് പറഞ്ഞേക്കാറുണ്ട്. എന്റെ റൂഹ് അങ്ങയുടെ റൗദയിലേക്ക് പറഞ്ഞു വിടാറുണ്ട്. പക്ഷേ തങ്ങളെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് എന്റെ വല്യുപ്പയായ നബിനെ നേരിട്ട് കാണണം. ആരാണ് പറയുന്നത്? റിഫായി ശൈഖ് തങ്ങൾ പറയാണ്. റൗദയുടെ മുമ്പിൽ വന്ന് പാടുകയാണ്. മദീനയിലെ റൗദയുടെ നേർക്ക് നേരെ നിന്നിട്ട് പറയാണ്, അതുകൊണ്ട് ഉപ്പാപ്പ, ആ ഖബറിൽ കിടക്കുന്ന ഉപ്പാപ്പ ഖബർ പൊളിച്ച് പുറത്തു വന്നിട്ട് പേരക്കുട്ടിയായ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഉമ്മ വെക്കണം. ആരാ പറയുന്നത്? അഹ്മദുൽ കബീർ റിഫായി. റിഫായി ശൈഖ് എന്ന് പറഞ്ഞ ആരാ? അതൊക്കെ പറയണമെങ്കിൽ കുറെ പറയാൻ ഒരുപാട് പറയാൻ സമയം വൈകിപ്പോണ്. അതുകൊണ്ട് ഞാൻ നീട്ടില്ല. റിഫായി ശൈഖ് തങ്ങൾ പറയാണ്, എനിക്ക് റൗദയുടെ ഉള്ളിൽ നിന്ന് റസൂലുള്ള പുറത്തു വരണം. അപ്പൊ റസൂലുള്ള മരിച്ചിട്ട് എത്ര കൊല്ലായി? 200 ചില്ലാനം കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ റിഫായി ശൈഖ് വന്നിട്ട് പറയുന്നത്, ഹബീബായ തങ്ങളെ റൗദയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വാ. വയ്യപ്പാടും പേരക്കുട്ടി പറയാം, എനിക്ക് നിങ്ങളെന്ന് കാണാം, ഒന്ന് കെട്ടിപ്പിടിക്കണം. നിങ്ങളുടെ 2 കബളിലും ആരോട്? മുത്തുനബിയോട്. പദ്യരൂപേണ പറഞ്ഞത് ഹബീബായ തങ്ങൾക്ക് റൗദയിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പ്രപഞ്ച നിയമത്തിനെതിരാണ് മരിച്ചാള് പുറത്തെടുക്കാന്നുള്ളത്. പേരക്കുട്ടി വിളിച്ചാൽ വിളി കേൾക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ റിഫായി മൗലിദ് നോക്കിയാൽ കാണാതിരി ചരിത്രം പറയുന്നുണ്ട്. ആ സമയത്ത് അഖ്റജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പുറത്ത് കാണിച്ചു കൊടുത്തു. എന്ത്? യദഹുൽ മുബാറകത്തുൽ മുഅല്ലമ. ഹബീബായ തങ്ങളുടെ വലത്തെ കയ്യ് റൗളയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പൊന്തി വന്നു. മരിച്ചിട്ട് വർഷങ്ങൾ, നൂറ്റാണ്ട് കഴിഞ്ഞ നബി തങ്ങളുടെ കയ്യ് പുറത്ത് വന്നു. ഫതഖബ്ബല ശൈഖ് അഹ്മദുൽ കബീർ റിഫായി. അഹ്മദുൽ കബീർ തങ്ങൾ ചെന്നിട്ട് പേരക്കുട്ടി എന്ന വല്യപ്പാടെ കയ്യ് പിടിച്ചു ചുംബിച്ചു. പിന്നെ റസൂലുള്ളാഹിന്റെ കയ്യ് റൗളയുടെ ഉള്ളിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്ന് റിഫായി മൗലിദ് നോക്കിയാൽ നമുക്ക് കാണാം. അത് നുണയല്ല, പച്ചക്കളവല്ല. അല്ലാഹുവിന്റെ റസൂല് മരണപ്പെട്ടാലും ഖബറിലുണ്ട്, ഔലിയാക്കൾ മരണപ്പെട്ടാലും ഖബറിലുണ്ട്. അങ്ങനെ മരിച്ചാലൊക്കെ നശിച്ചു പോകുമെന്ന് പറയുന്നത് മൗഢ്യമാണോ? എത്രയോ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങളറിയോ, തിരുവനന്തപുരത്തേക്ക് പോണ വഴിയിൽ കേരളത്തില് കൊല്ലം ജില്ലയിലെ തട്ടാമല എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ചുറ്റുഭാഗത്തൊന്ന് പള്ളി ഒന്ന് വീതി കൂട്ടാൻ വേണ്ടി പള്ളിയുടെ ചുറ്റുഭാഗത്തൊന്ന് ബുൾഡോസർ കൊണ്ടുവന്നിട്ട് മാന്തി അങ്ങ് പോയപ്പോൾ പെട്ടെന്നൊരു കബറ് കണ്ടു. JCB ഒന്ന് മാന്തിയപ്പോ മൂടുകല്ല് പുഴകിപ്പോയി. പെട്ടെന്നതാ ഒരു കഫൻ തുണി കാണുകയാണ്. കഫൻ തുണി പറിച്ചു നോക്കുമ്പോൾ അതേ മരിച്ചു കിടക്കുന്ന
കിടക്കുന്ന വ്യക്തിയുടെ മയ്യത്ത് ജീർണിക്കാതെ കിടക്കുന്നു. ആർക്കിയോളജിക്കൽ വകുപ്പിന് വിവരം കൊടുത്തു. അവര് വന്നു മയ്യത്തിന്റെ കഫൻ തുണിയിൽ ഒരു കഷ്ണം മുറിച്ചു കൊണ്ടുപോയിട്ട് തിരുവനന്തപുരം 20 കൊല്ലം മുമ്പ് മരിച്ചുപോയ മയ്യത്താണ്. ഒരു കേടുപാടും കൂടാതെ കബറിൽ കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ രോമം പോലും കേടുപറ്റിയിട്ടില്ല. കണ്ണവിടെ തന്നെ ഉണ്ട്, മൂക്കവിടെ ഉണ്ട്, നാക്കവിടെ ഉണ്ട്, കയ്യവിടെ ഉണ്ട്, കവളവിടെ ഉണ്ട്. 320 കൊല്ലം പഴക്കമുള്ള മയ്യത്ത് തിരുവനന്തപുരത്ത് കിടക്കണോന്ന് പറഞ്ഞത് മുള്ളൂർക്കര സഖാഫിയുടെ കണ്ടുപിടുത്തമല്ലടോ, ആർക്കിയോളജിക്കൽ വകുപ്പ് രേഖപ്പെടുത്തിയ അടയാളമാണ്. അങ്ങനെ എത്ര സംഭവങ്ങൾ വേണോ? ഈ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ ഒരു പള്ളിക്ക് പറമ്പില് 40 കൊല്ലം മുമ്പ് മരിച്ചൊരു ഹാജിയാരുടെ ഖബർ പറയാൻ നാവ് പൊന്തൂല. എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സഹാബാക്കളിൽപ്പെട്ട അൽഖമത്ത് റളിയല്ലാഹു അൻഹു കേട്ടോ, മരിക്കാൻ കിടക്കുമ്പോൾ സഹാബത്ത് എന്നിട്ട് ചൊല്ലിക്കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഖമ പറയാണ് എനിക്കത് ചൊല്ലാൻ കിട്ടുന്നില്ല. ആരാ അൽഖമ? മുത്തുനബിയുടെ അനുയായിയായ സ്വഹാബിയാണ്. സ്വഹാബിക്ക് ചൊല്ലി തെറ്റാൻ, സ്വഹാബിയുടെ ഉമ്മാനായിട്ട് തെറ്റാൻ. മുത്തുനബി പറഞ്ഞു ഉമ്മാനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ഉമ്മ വന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഉമ്മ നിങ്ങളുടെ മകൻ അൽക്കമനായിട്ട് എന്താ പ്രശ്നം ചോദിച്ചു. ആ ഉമ്മ പറഞ്ഞു, റസൂലേ, എന്റെ മകൻ അൽക്കമ അവന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് എന്നെ 10 കാശിനില്ലാതെയാക്കും. അവന്റെ ഭാര്യക്ക് വലിയ സ്റ്റാറ്റസ്, എന്നെ അവൻ 4ാം കിടക്കാരിയാക്കി. അതുകൊണ്ട് എന്റെ മകനെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാ നിങ്ങളുടെ മകൻ നരകത്തിലാണ്. ദുനിയാവിൽ അവനെ അങ്ങ് വെറുതെ വിടില്ല, അവനെ അങ്ങോട്ട് കത്തിച്ച് കളയാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മാതാവിന്റെ ഹൃദയം തിങ്ങി. എത്ര കടുപ്പം മക്കൾ ചെയ്താലും പ്രസവിച്ച ഉമ്മയുടെ കൽബ് സമ്മതിക്കൂല. ഹബീബായ തങ്ങളുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ആ ഉമ്മ പറയാണ്, നബിയേ, എന്റെ മകനെ ഒരിക്കലും കത്തിച്ച് കളയാൻ ഞാൻ സമ്മതിക്കൂല. അതുകൊണ്ട് തങ്ങളെ എന്റെ മകന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു, എന്റെ മകന് ഞാൻ സമ്മതം കൊടുത്തു, പൊരുത്തപ്പെട്ടു കൊടുത്തു. ബഹുമാനപ്പെട്ട അൽഖമത്ത് റളിയല്ലാഹു തആല അൻഹു സുബ്ഹാനല്ലാഹ് സ്വഹാബത്ത് പറഞ്ഞതനുസരിച്ച് അൽഖമയുടെ അരികിലേക്ക് 2ാമത് സ്വഹാബി ചെന്ന് നോക്കുമ്പോ ഉമ്മാടെ പൊരുത്തം കിട്ടിയതിന്റെ ശേഷം ചെന്ന് നോക്കുമ്പോ അൽഖമ റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അൽഖമ മരണപ്പെട്ടു. കാരണം ഉമ്മാടെ പൊരുത്തം കിട്ടിയപ്പോ അൽഖമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. ഉമ്മാടെ പൊരുത്തം കിട്ടാത്തപ്പോ ഒരാൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, മരിക്കുമ്പോ എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റണമെന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അവൻ സ്വർഗ്ഗത്തിലാണ്, അവൻ മുഅ്മിനാണ്, അവൻ മുത്തഖിയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ആമീൻ. ഈ ഒറ്റ കാര്യം പറഞ്ഞു ദുആയോടുകൂടെ പരിപാടി നിർത്താൻ പോകുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുമ്പോ ചെല്ലാൻ എന്തോ ഒരു മാർഗം. നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, സക്കാത്ത് ചെയ്യുന്നുണ്ട്, സദഖ കൊടുക്കുന്നുണ്ട്, ദാനകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെങ്കിൽ ഇതുകൊണ്ടൊന്നും നടന്നോണമെന്നില്ല കേട്ടോ. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെങ്കിൽ ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടിയവർക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പറ്റും. അതെന്താ ഗ്യാരണ്ടി എന്നറിയോ? നമ്മുടെ ഗ്യാരണ്ടി എന്താ? നിങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പേ ഒരു വട്ടമെങ്കിലും ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ശരീരം നരകത്തിലല്ല. അവരൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ സ്വപ്നത്തിൽ കണ്ട മുഅ്മിനെ മുഅ്മിനത്ത് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടല്ലാതെ മരിക്കൂല. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അത് ചൊല്ലാൻ അങ്ങനെ കാണാൻ എന്താ വേണ്ടത്? അത് കൂടി പറഞ്ഞുതരാം. മുത്തുനബിനെ സ്വപ്നത്തിൽ കാണാൻ എന്താ വേണ്ടത്? കൂടുതൽ സലാത്ത് ചൊല്ലണം. സലാത്തിന്റെ രാജാവിന്റെ രാജാവാണ് സലാത്തു താജ്. ഞാൻ കഴിഞ്ഞ 45 കൊല്ലമായി എന്റെ പ്രഭാഷണങ്ങളിൽ എപ്പോഴും മുടങ്ങാതെ പറയുകയും ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്ന സലാത്താണ് സലാത്തു താജ്. ഈ മജ്ലിസിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണണം എന്ന ഒറ്റ നിയത്തോടെ ഒരു വട്ടം അത് നിങ്ങൾക്ക് ചൊല്ലിത്തരും ഇൻഷാ അല്ലാഹ്. എനിക്ക് ഈ സലാത്ത് ചൊല്ലാനുള്ള സമ്മതം തന്നത്
ഔലിയാക്കളിൽ വലിയ മഹാനായ ശൈഖ് സയ്യിദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അദീദാണ്. താജുൽ ഉലമയുടെ ശൈഖാണ്, നൂറുൽ ഉലമയുടെ ശൈഖാണ്, ശംസുൽ ഉലമയുടെ ശൈഖാണ്, സുൽത്താനുൽ ഉലമയുടെ ശൈഖാണ്, എന്റെയും ശൈഖാണ് ആര്? ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങൾ. ആ തങ്ങളാണ് എന്നോട് പറഞ്ഞത്, മുത്തഅല്ലിമാവണ കാലത്ത് എന്നോട് പറഞ്ഞതാണ്, മോനെ നീ സലാത്തു താജ് ദായിമാക്കിക്കോ, നിനക്ക് ഹബീബായ തങ്ങളെ കാണും. മറ്റുള്ളവർക്ക് അത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്തോ, അവരും തങ്ങളെ കാണും. ആ ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങൾ എന്നോട് പറഞ്ഞു, ഒരാൾ 4444 വട്ടം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ സലാത്തു താജ് ചൊല്ലിയാൽ അവൻ ഹബീബിനെ കാണാതെ ഈ ലോകത്ത് നിന്ന് വിട പറയൂല. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരൊറ്റ വട്ടം ഒരു ഫാത്തിഹ ഓതി ആ സലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പരിപാടി സമാപിക്കുന്നതിന്റെ മുമ്പേ ഇവിടെ നമ്മുടെ മഖാമുമായും അതുപോലെ ഈ പള്ളിയുടെയും മഖാമിന്റെയും നവീകരണ പ്രവർത്തനങ്ങളുമായും നിരവധി വർക്കുകൾ നടക്കുകയും നടന്ന വർക്കിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ കടം വരികയും ഇനി ഒരുപാട് വർക്കുകൾ നടക്കാനിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദ്ദേശം 7-8 ലക്ഷം രൂപയുണ്ടായാലേ കടം വീടി ആ വർക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹായം വേണം. നിങ്ങൾ പറയുമ്പോൾ വിചാരിക്കും മൗലിയന്മാർ ഇങ്ങനെ തന്നെയാണ്, വയലിന് ഇങ്ങോട്ട് വരും, എന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് 10,000 50,000 30,000 ഓടിതാന്ന് പറയും. ഞാൻ ഈ 42 കൊല്ലത്തിന്റെ ഉള്ളില് ഈ കർണാടകയിൽ മാത്രം വയൽ പറയുന്ന ഒരാളല്ല ഞാൻ. കേരളത്തിലും ഞാൻ പോകാത്ത ഗൾഫ് നാടില്ല. 1 10 15 കൊല്ലായിട്ട് ഒരു 45 കൊല്ലായിട്ട് GCCയിൽ മൊത്തം വയൽ പറയുന്ന ഒരാളാണ് ഞാൻ. കേരളം ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റിലും പ്രഭാഷണത്തിന് പോകുന്ന ആളാണ് ഞാൻ. ആയിരക്കണക്കല്ല 10,000കണക്കിന് പവൻ സ്വർണം പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ പുരയിലേക്ക് ഒരു പണത്തൂക്കം കൊണ്ട് എന്റെ മക്കൾ കയ്യിൽ നിന്ന് കൊടുത്തിട്ടില്ല. അതൊക്കെ കമ്മിറ്റിക്കാരാ വാങ്ങിക്കുക. ഈ പണങ്ങളൊക്കെ കമ്മിറ്റിയാ വാങ്ങിക്കുക. എന്നിട്ട് 100കണക്കായ 1000കണക്കായ പള്ളികൾ, മദ്രസകൾ, യതീംഖാനകൾ, അറബി കോളേജുകൾ, ദീനീ സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പടുത്തുയർത്തപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് നിങ്ങൾ തരുന്ന ഒരു പൈസ പോലും അനാവശ്യത്തിലേക്ക് പോവില്ല. ഇങ്ങനെ വയലു പറഞ്ഞിട്ട് തന്നെയാണ് ദീനി നബി നടത്തിയത്. തബൂക്ക് യുദ്ധത്തിന് പോണ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു വയലു പറഞ്ഞു. മുത്തുനബി പറഞ്ഞു, സ്വഹാബത്തെ നമ്മൾ വല്ലാത്ത ക്ഷീണത്തിലാണ്. ആരുടെ കയ്യിലാ പൈസ ഉള്ളത്? എല്ലാവരൊക്കെ ഒന്ന് തെരീന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ അന്നത്തെ വലിയ മുതലാളി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി ആരാ? അംബാനി അല്ല, അദാനിയാണ്. അദാനിയുടെ ഇന്നത്തെ കയ്യിലിരിക്കുന്ന ആസ്തിയുടെ 3 ഇരട്ടി ആസ്തി ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന്